അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബനു ഇസ്രായേലിനെ കുറിച്ച്, അതായത് ഇസ്രായേലിയരെ കുറിച്ചാണല്ലോ കഴിഞ്ഞ ആയത്തുകളിൽ പറഞ്ഞു തുടങ്ങിയത്. അവരെക്കുറിച്ച് തന്നെ തുടർന്ന് പറയുകയാണ്. ഇസ്രായേലിയർ ഭൂമിയിൽ മഹാധികാരികളും അഹങ്കാരികളുമായി പ്രവർത്തിക്കുന്ന രണ്ട് സന്ദർഭം വരുമെന്നും ആ രണ്ട് സന്ദർഭത്തിലും അള്ളാഹു അവർക്കെതിരെ അവരെ പരാജയപ്പെടുത്താനും ശിക്ഷിക്കാനും പീഡിപ്പിക്കാനും ശത്രുക്കളെ നിയോഗിക്കുമെന്നും ശത്രുക്കൾ അവരെയും അവരുടെ രാജ്യത്തെയും തകർക്കുമെന്നുമുള്ള കാര്യം അള്ളാഹു തീരുമാനിച്ച അവർക്ക് സംഭവിക്കാനുള്ള വിധിയാണ്. ഇത് സംഭവിക്കുമെന്ന് മുൻകൂട്ടി അള്ളാഹു അവർക്ക് വേദങ്ങളിലൂടെയും പ്രവാചകന്മാരിലൂടെയും മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. തൗറാത്തിലും മൂസാ നബിക്ക് ശേഷം വന്ന ഇസ്രായേലി പ്രവാചകന്മാർക്ക് നൽകപ്പെട്ട നിർദ്ദേശങ്ങളിലുമൊക്കെ അള്ളാഹു ഈ രണ്ട് സന്ദർഭങ്ങൾ അവർക്ക് വരാനിരിക്കുന്നു എന്ന് അവർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. ആ മുന്നറിയിപ്പ് അനുസരിച്ച് ഈ രണ്ട് സന്ദർഭങ്ങളും സംഭവിച്ചോ ഇല്ലേ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. കാരണം എപ്പോഴാണ് അത് സംഭവിക്കുക എന്നോ മറ്റു വിശദാംശങ്ങളോ ഖുർആനിൽ പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇതേക്കുറിച്ച് വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ ഇസ്രായേലിയർ പിൽക്കാലത്ത് നേർമാർഗത്തിൽ നിന്ന് ഏറെ അകന്നു പോവുകയും വലിയ ദുഷ്ടന്മാരും അഹങ്കാരികളുമാവുകയും ചെയ്ത സന്ദർഭത്തിൽ അക്കാലത്തെ ശക്തരായ അസീരിയക്കാരും ബാബിലോണിയക്കാരും ഇസ്രായേലിയരെ ആക്രമിച്ച് യഹൂദ രാജ്യത്തെ തകർത്തതാണ് ഈ രണ്ട് സന്ദർഭങ്ങളിലെ ആദ്യത്തെ സന്ദർഭം എന്നാണ് അധിക പണ്ഡിതന്മാരും നിരീക്ഷിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ സന്ദർഭത്തെക്കുറിച്ചും ഇതുപോലെ റോമക്കാർ ഇസ്രായേലിയർക്ക് നേരെ ശക്തമായ ആക്രമണം അഴിച്ചുവിടുകയും യഹൂദരെ പരാജയപ്പെടുത്തുകയും ചെയ്ത സന്ദർഭമാണ് എന്നും പല പണ്ഡിതന്മാരും നിരീക്ഷിക്കുന്നു. എന്നാൽ ഇതിൽ ഒരു സന്ദർഭം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂവെന്നും മറ്റേത് കഴിഞ്ഞോ ഇല്ലയോ എന്ന് അറിയില്ലെന്നും അതല്ല രണ്ട് സന്ദർഭങ്ങളും കഴിഞ്ഞോ ഇല്ലയോ എന്ന് നമുക്കറിയില്ലെന്നും അഭിപ്രായപ്പെടുന്ന പണ്ഡിതന്മാരുണ്ട്. 4 മുതൽ 8 വരെയുള്ള 5 ആയത്തുകളിലാണ് ഇക്കാര്യങ്ങൾ വിവരിക്കുന്നത്. അതിൽ 2ഉം 3ഉം ആയത്തുകളുടെ അർത്ഥവും ഒരു ലഘു വിവരണവും എന്ന് പറയാം. ആവശ്യമെങ്കിൽ കൂടുതൽ വിവരണം അനുബന്ധ ക്ലാസ്സിൽ പറയുന്നതാണ്. വ ഖലൈന ഇല ബനി ഇസ്രായേല, ബനു ഇസ്രായേലിന്, ഇസ്രായേൽ സന്തതികൾക്ക് സംഭവിക്കുമെന്ന് നാം വിധിച്ചു, നാം അവരെ അറിയിച്ചു. ഇവിടെ പറഞ്ഞ ഖല എന്ന് പറഞ്ഞത് അള്ളാഹുവിൻ്റെ നടപടിക്രമമനുസരിച്ച് ഭൂമിയിൽ സംഭവിക്കുമെന്ന് ഉറപ്പുള്ള കാര്യമാണ്. ആ കാര്യം സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹു വിധിച്ചു, അല്ലെങ്കിൽ അള്ളാഹു മുന്നറിയിപ്പ് നൽകി എന്നാണ്. ഫിൽ കിതാബി, വേദത്തിൽ. ഇവിടെ വേദം എന്നതുകൊണ്ട് അള്ളാഹു ഇറക്കിയ വിവിധ വേദഗ്രന്ഥങ്ങളിലൂടെ അറിയിച്ചു എന്നാണ് അർത്ഥമാക്കുന്നത് എന്ന് ചില പണ്ഡിതന്മാർ പറയുന്നു. അതുകൊണ്ട് ഇത് തൗറാത്തിലൂടെയും ബനു ഇസ്രായേലി പ്രവാചകന്മാർക്ക് അള്ളാഹു നൽകിയ മറ്റ് നിയമനിർദ്ദേശങ്ങളിലൂടെയും അള്ളാഹു ഇസ്രായേലിയർക്ക് മുന്നറിയിപ്പ് നൽകി എന്നാവും ഇതിൻ്റെ അർത്ഥം. അതല്ല, അൽ കിതാബ് എന്ന് പറയുന്നത് ഈ ലോകത്ത് നടക്കാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ആദ്യമേ രേഖപ്പെടുത്തി വെക്കപ്പെട്ടിട്ടുള്ള അള്ളാഹുവിൻ്റെ അടുക്കലുള്ള ലൗഹും മഹ്ഫൂദ് എന്ന ഗ്രന്ഥം ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചില പണ്ഡിതന്മാർ പറയുന്നു. അങ്ങനെയാവുമ്പോൾ ഭൂമിയിൽ ഇസ്രായേലിയരുടെ കാര്യത്തിൽ സംഭവിക്കുമെന്ന് ലൗഹും മഹ്ഫൂദിൽ ആദ്യമേ രേഖപ്പെടുത്തപ്പെട്ട കാര്യം എന്നാവും ഉദ്ദേശ്യം. എന്നാൽ ഇസ്രായേലിയർക്ക് വേദങ്ങളിലൂടെ മുന്നറിയിപ്പ് നൽകി എന്ന ആദ്യത്തെ അഭിപ്രായമാണ് കൂടുതൽ പണ്ഡിതരും സ്വീകരിച്ചിട്ടുള്ളത്. കാരണം അവരോട് നേരിട്ട് പറഞ്ഞു എന്ന ശൈലിയിലാണ് ഇവിടെ ഈ ആയത്തുകളിൽ അള്ളാഹു പറയുന്നത്. എന്താണ് അവർക്ക് സംഭവിക്കുമെന്ന് അള്ളാഹു ഇസ്രായേലിയർക്ക് വേദങ്ങളിലൂടെ മുന്നറിയിപ്പ് നൽകിയത്? ലതുഫ്സിദുന്ന ഫിൽ അർളി, നിങ്ങൾ ഭൂമിയിൽ വമ്പിച്ച നാശമുണ്ടാക്കുക തന്നെ ചെയ്യും. മറത്തേനി, 2 തവണ, 2 സന്ദർഭങ്ങളിൽ. വല തായലുന്ന, തീർച്ചയായും നിങ്ങൾ നിഗളിക്കുകയും ചെയ്യും. ലതായലുന്ന എന്നതിന് നിങ്ങൾ ഉയരുക തന്നെ ചെയ്യും എന്നാണ് ഭാഷയിൽ അർത്ഥം വരിക. അത് അഹങ്കാരത്തോടെയും ഗർവോടെയുമുള്ള ഉയരലാണ്. ഉലൂവൻ കബീറ, വലിയ ഉയരൽ, മഹാഗർവിഷ്ഠരായി മാറും എന്നർത്ഥം. അപ്പോൾ നിങ്ങൾ ഭൂമിയിൽ വമ്പിച്ച ധിക്കാരികളായി വർത്തിക്കുകയും അങ്ങേയറ്റം അഹങ്കാരികളായി മാറുകയും ചെയ്യുന്ന 2 സന്ദർഭങ്ങൾ നിങ്ങൾക്ക് വരാനിരിക്കുന്നു എന്നാണ് അള്ളാഹു അവർക്ക് വേദങ്ങളിലൂടെ വിധിച്ചിട്ടുണ്ടായിരുന്നത്, മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെയൊക്കെ യഹൂദന്മാർ അധപ്പതിക്കുമോ, ധിക്കാരികളും നാശകാരികളുമാവുമോ എന്ന ചോദ്യത്തിന് നമ്മുടെ മുമ്പിൽ തന്നെ ജീവിക്കുന്ന ഉദാഹരണം ഉണ്ടല്ലോ. അവർക്ക് അധികാരവും ശക്തിയും കിട്ടിയപ്പോൾ മുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്യുന്ന കടുത്ത അക്രമം പ്രവർത്തിക്കുന്നു, അസ്ഥിരതയും അസമാധാനവും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി അടുത്ത ആയത്തിൽ 1-ാമത്തെ സന്ദർഭത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നു.
നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കി അഹങ്കാരികളാവുന്ന 2 സന്ദർഭം വരും എന്ന് അള്ളാഹു അവരോട് പറഞ്ഞ ശേഷം പറയുകയാണ്. ഫഇദാ ജാഅ വഅദു ഊലാഹുമ, അങ്ങനെ ആ 2 വാഗ്ദാനങ്ങളിൽ ഒന്നാമത്തെ സന്ദർഭം പുലർന്നപ്പോൾ, ആ സന്ദർഭം പുലർന്നാൽ ബഅത്നാ അലൈക്കും, നാം നിങ്ങളിലേക്ക് അയച്ചു, അല്ലെങ്കിൽ നാം നിങ്ങളിലേക്ക് അയക്കും, ഇബാദൻ ലനാ, നമ്മുടെ ചില ദാസന്മാരെ, ഉലീബ ഇസിൻ ഷദീദിൻ, നല്ല കഠിനമായ കൊടിയ ശക്തിയുള്ള ബാബിലോണിയൻ രാജാവായിരുന്ന നബൂക്കത്ത് നെസർ, നല്ല ശക്തമായ സൈനിക ശക്തിയുള്ള രാജാവായിരുന്നു. അദ്ദേഹമാണ് ക്രിസ്തുവിനു മുമ്പ് 598 യഹൂദ രാഷ്ട്രത്തെ ആക്രമിച്ച് കീഴടക്കിയത്. അതാണ് യഹൂദർ അതിക്രമം പ്രവർത്തിച്ചപ്പോൾ അള്ളാഹു അവരെ പരാജയപ്പെടുത്താൻ അവരുടെ ശത്രുക്കളെ അയച്ച ഒന്നാമത്തെ സന്ദർഭം എന്നാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരും നിരീക്ഷിക്കുന്നത്. ഖുർആനിലും ഹദീസിലും ഇതിന് തെളിവില്ലെങ്കിലും ബൈബിളിലെ ചില പരാമർശങ്ങളിൽ ഇതിൻ്റെ സൂചനയുണ്ട് എന്നതുകൊണ്ടായിരിക്കണം പണ്ഡിതന്മാർ ഈ നിരീക്ഷണത്തിലെത്തിയത്. ഫജാസു, അപ്പോൾ അവർ നുഴഞ്ഞുകയറി, എല്ലായിടത്തും നുഴഞ്ഞുകയറി വ്യാപിച്ചു. ഖിലാലദ്ദിയാരി, നിങ്ങളുടെ പ്രദേശങ്ങളിൽ, നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ ആളുകളെ വധിച്ചുകൊണ്ടും നിങ്ങളുടെ വീടുകൾ തകർത്തുകൊണ്ടും നിങ്ങളുടെ വീടുകളിലൂടെയും പ്രദേശങ്ങളിലൂടെയും ആ ശക്തമായ സൈന്യം വിളയാടി. അത്രക്കും ദയനീയമായ ഒരവസ്ഥ നിങ്ങൾക്ക് കൈവരുക തന്നെ ചെയ്യുമെന്ന് അവർക്ക് അല്ലാഹു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. വകാന വഅദം മഫ്ഊല, അത് പുലരുക തന്നെ ചെയ്യുന്ന ഒരു വാഗ്ദാനമായിരുന്നു. നടക്കുമെന്ന് അള്ളാഹു നേരത്തെ വിധിച്ചിട്ടുള്ളതും വേദങ്ങളിലൂടെയും പ്രവാചകന്മാരിലൂടെയും മുന്നറിയിപ്പ് നൽകപ്പെട്ടതുമായ കാര്യമാണിത്. അതുകൊണ്ട് അത് സംഭവിക്കുക തന്നെ ചെയ്യും എന്നാണ് പറയുന്നത്. ഇൻഷാ അല്ലാ ഇതുമായി ബന്ധപ്പെട്ട വിവരണത്തിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.